الحمد لله رب الأرض ورب السماء، وجعل الدنيا دار عمل لا دار الجزاء، ونزل القرآن لما في الصدور شفاء، فأضاءت به قلوب العارفين والأتقياء. نحمده تبارك وتعالى على النعماء والسراء، ونستعينه على البأساء والضراء، ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الإخوة والأخوات، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അർഹമുറാഹിമീനായ റബ്ബുൽ ആലമീൻ അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നൽകിയ മതമായ ഇസ്ലാമിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ, കർമാനുഷ്ഠാനങ്ങളിൽ ഇഖ്ലാസോടുകൂടെ മുന്നോട്ട് പോകാൻ, പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ജീവിതത്തിൽ വരുത്തി തഖ്വയുള്ള ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാസൗഭാഗ്യവാന്മാരായ സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ ആദ്യത്തെ 10 പിന്നിട്ട് കഴിഞ്ഞു. ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ആദ്യ ദിനങ്ങളെ ശരിയായ വണ്ണം ഉപയോഗിക്കാനോ ആത്മാർത്ഥമായ വലിയ ത്യാഗങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയവർക്ക് അടുത്ത അവസരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ സൂചന പറയാറുണ്ട്. അല്ലാമ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ല പറഞ്ഞ പോലെ റമദാൻ അതിൻ്റെ പിന്നോട്ടുള്ള യാത്രയാണ്. ഒരു 10 കഴിയുമ്പോൾ നിങ്ങൾ മുന്നോട്ടുള്ള സുഹൃതത്തിൻ്റെ യാത്രയിലായി മാറണം. നിങ്ങൾ പിന്നോട്ട് പോകരുത്. ഇന്നും ജീവിച്ചിരിപ്പുള്ള സൗദി അറേബ്യയിലെ പണ്ഡിതൻ ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ, സന്ദേശങ്ങളിൽ കാണാൻ സാധിക്കും, ഒന്നാമത്തെ 10 നല്ല പോലെ ഉപയോഗിച്ചവരെ നിങ്ങൾ ഒന്നുകൂടെ മിടുക്കരാകാൻ താല്പര്യത്തോടെ മുന്നോട്ട് വരണം. തറാവീഹിലും മറ്റുമൊക്കെ പിറകോട്ട് പോയ, അലസരായി മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പിന്നോട്ട് പോയവരെ നിങ്ങൾക്കുള്ള അടുത്ത 20 ദിവസങ്ങൾ, അടുത്ത 2 10കൾ മനോഹരമായി പശ്ചാത്തപിച്ച് ഖേദിച്ച് നന്നായി അധ്വാനിക്കാനുള്ള സമയമാണ്. ഇല്ലെങ്കിൽ റമദാൻ വിട പറഞ്ഞ് ഇരുന്ന് തേങ്ങി വിതുമ്പി കരയേണ്ടി വരും, ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിലപിക്കാതിരിക്കാൻ. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ പശ്ചാത്താപ ചിന്തകൾ നമുക്കുണരണം. പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള നല്ല പ്രാർത്ഥനയും പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം.
മഹാനായ ഇമാം റാഗിബുൽ അസ്ഫഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടത്? തർക്കുദ്ദംബി അലാ ജുമലിൽ വുജൂഹ്. ഒരു വിശ്വാസി അവന്റെ പാപങ്ങളിൽ നിന്ന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ തെറ്റുകളിൽ വിട പറഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പശ്ചാത്താപം ചെയ്യലാണ് തൗബ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, ഒന്നാമത്തെ വിഭാഗം ലം അഫ്അൽ, അവർ എന്തൊക്കെ ചെയ്താലും പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ന്യായീകരിക്കുകയാണ്, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും, ചെയ്തവനാണെങ്കിലും. രണ്ടാമത്തെ വിഭാഗം പറയാറുണ്ട് ഫഅൽതു ലി അജലി കദാ, ഞാൻ സംഭവം ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അല്പമൊക്കെ മദ്യപിച്ചിട്ടുണ്ട്, ലഹരി എടുത്തിട്ടുണ്ട്, വേണ്ടാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? അതിനൊരു കാരണമുണ്ട്. എന്നിട്ട് അത് ഇന്ന കാരണം കൊണ്ടാ ചെയ്തത്, അതങ്ങനെയെന്നായതുകൊണ്ടാ ചെയ്തത്, അത് ഇങ്ങനെ ആയതുകൊണ്ടാ ചെയ്തത് എന്ന് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടവൻ അവന്റെ തെറ്റുകൾക്ക് ഒരു മൂടുപടം ഇടാൻ ശ്രമിക്കും. മൂന്നാമത്തൊരു വിഭാഗമുണ്ട് ഫഅൽതു, ശരിയാണ്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, വഅസഅതു, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടും അംഗീകരിച്ചിട്ടുമുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു, എനിക്ക് ന്യായീകരണമില്ല. വഖദ് അഖ്ലഅതു, പക്ഷേ ഇപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു. ഈ മൂന്നാമത്തെ ടീമാണ് തൗബന്റെ ആൾക്കാർ. ന്യായീകരിക്കണില്ല, തെറ്റിനെ ചെറുതായി കാണുന്നില്ല, അത് ആ കാരണം കൊണ്ടാണ് ഈ കാരണം കൊണ്ടാന്ന് പറയുന്നില്ല. എനിക്ക് സംഭവിച്ചു, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പറ്റിപ്പോയി, പക്ഷേ ഞാനതിന്ന് മടങ്ങി, ഞാൻ നന്നായി, ഞാൻ പശ്ചാത്തപിച്ചു, ഇനി ആ കൂട്ടുകെട്ടിലേക്ക് ഞാനില്ല, ഇനി ആ വഷളത്തിരത്തിലേക്ക് ഞാനില്ല, ഇനി ആ ബന്ധത്തിലേക്ക് ഞാനില്ല, ഇനി ആ സാമ്പത്തികമായ തട്ടിപ്പിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ച് തൗബയുടെ മനസ്സുമായി മടങ്ങുന്നവനായി മാറണം. ഇമാം കൽബി റഹിമഹുല്ല പറയുന്നുണ്ട്, അയ്യസ്തഗ്ഫിറ ബിൽ ലിസാൻ, തൗബ എന്ന് പറഞ്ഞാൽ നീ നിന്റെ നാവ് കൊണ്ട് ഇസ്തിഗ്ഫാർ, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയലാണ്. മാത്രം പോരാ, വയന്തമ ബിൽ ഖൽബി, നിന്റെ കൽബിന്റെ ഉള്ളിൽ കുറ്റബോധം വേണം. ചെയ്തതിൻ്റെ കുറ്റബോധം മനസ്സിൽ ഇങ്ങനെ അലയടിക്കണം. വയുംസിക ബിൽ ബദനി, ശരീരം കൊണ്ട് ഇനി ആ തെറ്റ് ചെയ്യൂല എന്ന് തീരുമാനമെടുക്കലാണ് തൗബ. അങ്ങനെ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ? അല്ല ഒരു പേരിനുള്ള തൗബയാണോ? അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞത് തൗബ ചെയ്യണമെന്ന് മാത്രമല്ല, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, വിശ്വാസികളെ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഒന്നുകിൽ നല്ല ഒരു ഗൗരവമായ വസിയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാനായിരിക്കും. ഇവിടെ പറഞ്ഞത് തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് നന്നായി തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. എങ്ങനെ? തൗബത്തൻ നസൂഹാ, ആത്മാർത്ഥമായ തൗബയാകണം. ആത്മാർത്ഥമായി നിഷ്കളങ്കമായി, എൻ്റെ ഈ പാപത്തിൻ്റെ പേരിൽ നാളെ ഞാൻ പീഡിപ്പിക്കപ്പെടരുത്, എൻ്റെ ഈ പാപത്തിൻ്റെ പേരിൽ എൻ്റെ സ്വർഗം എനിക്ക് കളഞ്ഞു പോകരുത്. അങ്ങനെ ഒരാൾ ചിന്തിച്ച് പശ്ചാത്തപിച്ച് തെറ്റുന്ന മടങ്ങിയാൽ, ഇല്ലാമൻ താബ, ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ, വ ആമന, ഈമാൻ നന്നാക്കിയാൽ, വ അമില അമലൻ സാലിഹ, എന്നിട്ട് പിന്നീട് നല്ല ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ തിന്മകളെപ്പോലും അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കും. നല്ല തൗബ ചെയ്യുക, ഈമാൻ നന്നാക്കുക, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നന്മയിൽ സൽക്കർമ്മങ്ങളിൽ വ്യാപിക്കുക. അതുകൊണ്ട് പശ്ചാത്താപത്തിന്റെ എല്ലാ മനസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നി അതൂബു ഫിൽ യൗമി മിഅത മറ, ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാറുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല, തൗബയുടെ ഗുണമാണത്. അതൊരു വിശ്വാസിക്കുണ്ടാവേണ്ടുന്ന ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമുക്കും അത് വേണം. അതോടൊപ്പം എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടണേ എന്ന ചിന്തയിൽ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കണം. തൗബ എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു മടങ്ങലാണ്. ഇസ്തിഗ്ഫാർ അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന പ്രാർത്ഥനയാണ്. അൽ വിഖായതു മിൻ ശർരിൽ ദുനൂബ്,
ഒരു മനുഷ്യൻ അവന്റെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കാനും അത് മറച്ചു വെക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഇങ്ങനെ അങ്ങാടിയിൽ പുറത്താവുകയാണെങ്കിൽ നമുക്ക് ആർക്കും അവിടെ അങ്ങാടിയിൽ ഇറങ്ങി നടക്കാൻ കഴിയുക? അല്ലാഹ് മറച്ചു വെക്കുക, ആരോടും കാണിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഇങ്ങനെ ഒരു ദുർഗന്ധമായി ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പാറി വരികയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുമോ? പക്ഷെ അല്ലാഹു തആല സിത്തീറാണ്, പാപങ്ങളൊക്കെ മറച്ചു വെക്കുന്നവനാണ്. മനുഷ്യരെ, നമുക്കുണ്ടാവണം മറ്റുള്ളവരുടെ പാപങ്ങളും നമ്മളും കണ്ടാലും അറിഞ്ഞാലും പരമാവധി മറച്ചു വെക്കുന്ന സ്വഭാവം വേണം. ഇസ്തിഗ്ഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവേ എൻ്റെ പാപം പുറത്തു തരണം, എൻ്റെ പാപം മറച്ചു വെക്കണം എന്ന പ്രാർത്ഥനയാണ്. അതാരോടാണ്? അല്ലാഹുവേ, പടച്ചോനോടാണ് നമ്മൾ പറയേണ്ടത്. മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് പൊരുത്തം മേടിച്ച് മാപ്പ് പറയണം. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. റുകൂഇൽ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ നിനക്ക് സ്തുതി, നീ പരിശുദ്ധനാണ്, നിന്നെ വാഴ്ത്തുകയാണ് ഞാൻ, നിന്നോട് പാപമോചനം തേടുകയാണ്, നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. നമസ്കാരത്തിനകത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ ഒരു സദസ്സിൽ പോയി ഇരുന്നാൽ, നബി തങ്ങൾ സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആദ്യമായി സ്വർഗത്തിലെത്തുന്ന നേതാവിന്റെ ഗുണം പറയാണ്. ഒരു സദസ്സിൽ പോയി ഇരുന്നാൽ പോലും അവിടുന്ന് ചിലപ്പോൾ 100-ലധികം തവണ പറയാറുണ്ട്, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എനിക്ക് പുറത്തു തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടുന്ന് ഒരു സദസ്സിൽ ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ ആ സമയത്തൊക്കെ പറയാറുണ്ട്. സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് പുറത്തു കിട്ടാൻ വരെ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ, ലോകത്തിൽ നിന്നുള്ള കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൻ്റെ നന്മകളെല്ലാം നമുക്ക് ഒറ്റവാചകത്തിൽ നിന്ന് കിട്ടുമെന്നർത്ഥം. എന്ന് മാത്രമല്ല, നബി തങ്ങളോട് അങ്ങേയറ്റം ഉപദ്രവം ചെയ്തു. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ മർദ്ദനങ്ങൾ ഏൽപ്പിച്ചു. നമസ്കരിക്കുന്ന വേളയിൽ കുടൽമാല കൊണ്ടുവന്ന് ശരീരത്തിൽ ചാർത്തിയിട്ടു, മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടു. ത്വായിഫിലേക്ക് പ്രതീക്ഷയോടെ ഒരു ശുഭകരമായ അവസ്ഥ കിട്ടുമെന്ന് വിചാരിച്ച് ഉമ്മയുടെ കുടുംബത്തിലേക്ക് ചെന്നപ്പോൾ ആട്ടിയോടിച്ച് എറിഞ്ഞാട്ടി. എന്നിട്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കച്ചവടത്തിൽ നമുക്കെതിരെ പാര പണിതവനെതിരെ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി, അല്ലാഹുവേ എൻ്റെ ഖൗമിന് പുറത്തു കൊടുക്കണേ, ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തൊരു ഖൗമായി പോയി. എത്ര വലിയൊരു മനസ്സാണ് കാണിച്ചത്. ഉലമാക്കന്മാര് പറയാണ്, ഒരാൾ അസ്തഗ്ഫിറുല്ലാ എന്ന ചെറിയ ആ വാക്ക് പറഞ്ഞാലുള്ള 4 ഗുണങ്ങളുണ്ട്. ഇത് പറയാൻ നമ്മളൊക്കെ പറയുന്നുണ്ട്, ഇതെന്തതിൻ്റെ ഗുണം? 1, എൻ്റെ പാപങ്ങൾ പുറത്തു കിട്ടണേ എന്നാണ്, അതുകൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടും. 2, തൻ്റെ പാപങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ച അല്ലാഹു തആല നമുക്ക് നൽകും. 3, അല്ലാഹുവിൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. 4, നന്മകൾക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ അതുമൂലം ലഭിക്കും. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ എൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്ന് എൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കി എനിക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകണേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് പറയാൻ മടിക്കണ്ട. അത് എല്ലാ തെറ്റും ചെയ്യാനുള്ള വാക്കുകളല്ല, അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്കുള്ള പരിഹാരമാണ്. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, ആരെങ്കിലും സ്വന്തത്തോട് വല്ല അക്രമം ചെയ്തു, ഏതെങ്കിലും പാപത്തിൽ ചെന്ന് വീണു, മ്ലേച്ഛമായ മലിനമായ വല്ല പാപത്തിലും ഒരാൾ ചെന്ന് പെട്ടാൽ, ആളുകൾ അറിയുമോ, ജനങ്ങൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവൻ എന്ത് വിചാരിക്കുന്നതിലപ്പുറത്ത് അള്ളാനെ കുറിച്ച് അവൻ ഇങ്ങനെ ആലോചിച്ചു.
ഇതൊക്കെ പടച്ചോന്റെ കോടതിയിലെത്തി എന്താ? ഞാൻ ഈ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ നാളത്തെ വിചാരണ എന്താകും? ഇത് ചിന്തിച്ചിട്ട് അവർ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിയാൽ അല്ലാതെ ആരുണ്ട് പാപം പുറത്തു കൊടുക്കാൻ? എത്ര വലിയ പാപം ചെയ്തവനും നിരാശപ്പെടേണ്ട, പടച്ചോൻ പുറത്തിരുന്നുള്ള തികഞ്ഞ വിശ്വാസം ഈ ഖുതുബയിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ ഈ പള്ളിയിൽ നിന്ന് ആദ്യം വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടാകും. ഒരു നിരാശയും വേണ്ട. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കൂമ്പാരങ്ങളെ കുറിച്ചോർത്ത് നിന്റെ മനസ്സിൽ സങ്കടം വേണം, വിഷമങ്ങൾ വേണം, പക്ഷെ നിരാശപ്പെടരുത്. എനിക്കൊന്നും ഇനി നന്നാകാൻ പറ്റില്ലെന്ന് തോന്നരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നീ കാരുണ്യത്തിൽ നിരാശനാകല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ, അല്ലാഹു പുറത്തുതരും, അല്ലാഹു പൊറുക്കാൻ സന്നദ്ധനാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ ആര് പാപം പുറത്തു തരും? പക്ഷെ ഒരു നിബന്ധന, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അതേ പാപത്തിൽ ഉറച്ചു നിൽക്കാത്തവരായിരിക്കുകയും വേണം. തെറ്റിങ്ങനെ ചെയ്യുക, പാപങ്ങൾക്ക് ഇങ്ങനെ തൗബ ഇങ്ങനെ ചെയ്യാൻ നടക്കൂല. തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുകയും എന്നിട്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്താൽ പടച്ചവൻ പുറത്തു തരുമെന്ന് സ്ത്രീകളോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞു. യാ മഅ്ശറൻ നിസാ, അല്ലയോ സ്ത്രീകളെ, സ്ത്രീ സമൂഹമേ, നമ്മുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട വാക്കാണ്. സ്ത്രീകളെ, തസദ്ദഖ്ന, നന്നായി സ്വതക്ക ചെയ്തോളൂ. വഅക്തിർന മിനൽ ഇസ്തിഗ്ഫാരി, നിങ്ങൾ സാധാരണയിൽ കവിഞ്ഞ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോളൂ. ഫഇന്നീ റഅയ്തുകുന്ന അക്തറ അഹ്ലിന്നാർ, നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് സ്ത്രീ ജനവിഭാഗത്തെയാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ സ്ത്രീകളോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു ഹദീസിൽ പറയാണ്, ഇതിൻ്റെ നേട്ടം, ഈ ഒരു വാക്ക്, പടച്ചറബിലേക്ക് പുറത്തു തരണേ എന്ന വാക്ക്, മല്ലസിമൽ ഇസ്തിഗ്ഫാർ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ഇങ്ങനെ പതിവാക്കിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവൻ്റെ ഏതേത് പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. പ്രയാസപ്പെട്ടിരിക്കുന്നവൻ്റെ വിഷമം മാറ്റി കൊടുക്കും ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ. വമിൻ കുല്ലി ദീഖിൻ മഖ്റജ, ഇടുക്കത്തിൽ നിന്നൊരു പരിഹാരം അല്ലാഹു അവന് കൊടുക്കും. തീരാത്ത പ്രശ്നങ്ങൾക്കൊരു തുറവി പടച്ചോട്ട് കൊടുക്കും ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ. അടുത്തത് വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത വഴിയിൽ പടച്ചവൻ അവന് റിസ്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. എന്തേ വേണ്ടുള്ളൂ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന പ്രയോഗത്തിന് വർധനവുണ്ടായാൽ മതി. സുഹൃത്തുക്കളെ, ആരോടാണ് നമ്മുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യപ്പെടേണ്ടത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, വിശുദ്ധ റമദാനിൻ്റെ 17ാമത്തെ ദിനത്തിൽ നമ്മുടെ നാടുകളിൽ അതാ കാത്തിരിക്കുകയാണ്. അവർക്ക് സങ്കടങ്ങൾ പറയണം. ആരോട്? ബദരീങ്ങളെ, പാപം പൊറുക്കണം, ബദരീങ്ങളെ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണം എന്നൊക്കെ കൃത്യമായി പേര് വിളിച്ചുകൊണ്ട് മാലയിലൂടെ, മൗലീദുകളിലൂടെ, പാട്ടുകളിലൂടെ, ഈണത്തിൽ അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ല വാക്കുകളായിരുന്നു. അടുത്തത് ദണ്ണം ബാബാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ബദരീങ്ങളെ ബറക്കത്തോണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം. മറ്റു സമാനമായ മറ്റൊരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഞങ്ങളെ മരണത്തിൻ്റെ വേദനയിൽ നിന്ന് ലഘൂകരിച്ച് തന്നെ ബദരീങ്ങളെ ബർക്കത്തോണ്ട് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച രംഗം കാണാൻ സാധിക്കും. ഇബ്രാഹിം നബിൻ്റെ ബർക്കത്തോണ്ട് മാറ്റിത്തരുന്നല്ല, അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ ഞങ്ങൾ ഈ ഹക്കിൻ്റെ മാർഗത്തിലാണ്, ഞങ്ങളെ സഹായിക്കണേ.
ഇനി ബദറിൽ പങ്കെടുത്തവർ ആരുടെയെങ്കിലും ബറക്കത്തോണ്ടോ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടാണോ പ്രാർത്ഥിച്ചത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, സൂറത്തു അൻഫാലിന്റെ 9-ാമത്തെ ആയത്ത്. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ, റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ, ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടുണ്ട്. അവരെന്താ പ്രാർത്ഥിച്ചത്? നബിന്റെ ഹക്ക് ജാഹ് ബർക്കത്തോണ്ട് ബദറിൽ ഞങ്ങളെ സഹായിക്കണേ എന്നല്ല. വിശുദ്ധ ഖുർആനിൽ 165 ഇസ്തിഗാസകളുണ്ട്. പ്രാർത്ഥനക്ക് സഹായം ചോദിച്ചുകൊണ്ട് ദുആ ചെയ്ത പ്രാർത്ഥനയുണ്ട്. എല്ലാം അല്ലാഹുമ്മ എന്നാണ്, റബ്ബന എന്നാണ്, റബ്ബി എന്നാണ്. അപ്പോ ഈ വിഷയത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, മനമൊരുക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളകൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിനോട് മാത്രമെന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ നേതാവാണ്. ആ നേതാവിനോട് പറഞ്ഞു, ഖുർആൻ കാണാം, കുൽ നബിയെ പ്രഖ്യാപിക്കണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല. ബദരീങ്ങളെ നേതാവാണ് പ്രഖ്യാപിച്ചത്, ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല. പട്ടിണി കിടന്ന് റമദാനിൻ്റെ പകലിൽ ശത്രുക്കളുമായി പോരടിച്ച് മരിച്ചവരെ കുറിച്ച് ഓർത്ത് നമ്മുടെ നാട്ടിൽ നല്ല പോത്തിറച്ചി നെയ്ച്ചോറ് വിതരണം ചെയ്തിട്ടാ സ്നേഹം കാണിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ടവരെ കുറിച്ചോർത്ത് അവരോട് തന്നെ പ്രാർത്ഥനവും രോഗങ്ങൾ മാറാനും എല്ലാത്തിനുമുള്ള പരിഹാരത്തിനു വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന വിവരമില്ലാത്ത ജനസമൂഹത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രാസ്ഥാനിക പ്രശ്നമല്ല, നമ്മുടെ ഈമാനിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ അഖീദയുടെ പ്രശ്നമാണ്, നമ്മുടെ പരലോകം തീരുമാനിക്കപ്പെടുന്ന പ്രശ്നമാണ്. ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ കടക്കൽ കത്തിവെച്ച പ്രയോഗമാണ് മറ്റുള്ളവരെ വിളിച്ച് സഹായം തേടി പ്രാർത്ഥിക്കുക എന്നത്. അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗൗരവമായി ഈ റമദാനിൽ നമ്മൾ ചിന്തിക്കുക, ധാരാളമായി സ്വതക്കകൾ അധികരിപ്പിക്കുക, ദിക്റുകളുടെ മഹത്വം മനസ്സിലാക്കി ദിക്റുകൾ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ തുലാസിൽ കനം കൂടുന്ന അമലാണ്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് അധികരിപ്പിക്കപ്പെടുന്നത്, മനസ്സിന് സമാധാനം നൽകുന്നത്. ഉലമാക്കന്മാർ 17 ഗുണങ്ങളാണ് ദിക്റുകൾക്ക് നൽകിയിരിക്കുന്നത്. എത്ര വലിയ സ്ഥാനം എന്നറിയൂ. ഒരാൾക്കും പണം ചെലവില്ലാതെ, വാഹനമെടുത്ത് എണ്ണ അടിച്ചു പോകേണ്ടതില്ലാതെ, ഒഴിഞ്ഞിരിക്കുന്ന വേളയിൽ ജോലിക്ക് പോലും തടസ്സമില്ല, ജോലിൻ്റെ ഇടയിൽ വരെ നടക്കാൻ പറ്റുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാനല്ലാഹിൽ അദീം. എത്ര ലളിതമാണ്. അതുകൊണ്ട് ധാരാളം നന്മകൾ ഒന്നൊന്നും വിട്ടുപോകാതെ, സ്വലാത്തുകൾ വരെ, ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിയ 10 അനുഗ്രഹങ്ങളാണ് പടച്ച റബ്ബ് തരാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് പ്രത്യേകിച്ചും ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ഇസ്ലാമിൻ്റെ കണിശമായ വിശ്വാസ ആചാരങ്ങളെ അതുപോലെ പാലിക്കുന്ന ഒരു നല്ല ജനവിഭാഗമായി, നല്ല മുഅ്മിനീങ്ങളാക്കി അള്ളാഹു നമ്മെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വതു വൽ അഖവാതു ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ നിയമവിധികൾ പാലിച്ച് ജീവിതത്തിൻ്റെ സകല മേഖലകളും പരിശുദ്ധമാക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ മാസമാണ്. തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഖൽബുകളെ ശുദ്ധീകരിക്കുകയാണ് പാപക്കറകളിൽ നിന്ന്. ക്ഷമ കൊണ്ട് നമ്മുടെ സ്വഭാവത്തെ മൊത്തത്തിലൊന്ന് ശുദ്ധീകരിക്കുകയാണ്. പണത്തിൽ നിന്നുള്ള സകാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മളെ സാമ്പത്തികമായി ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സമ്പത്തിൽ കുമിഞ്ഞുകൂടിയ സാമ്പത്തിക നമ്മുടെ അസറ്റിൻ്റെ സമ്പാദ്യത്തിൻ്റെ വിഹിതത്തിൽ
ഹറാമ് കലർന്നിട്ടില്ല എന്ന് നമുക്ക് ആർക്ക് ഉറപ്പ് പറയാൻ കഴിയും? സക്കാത്ത് കൊടുക്കാത്തവർ, അന്യായമായി പാടില്ലാത്ത പണം മേടിച്ചവർ, കച്ചവടത്തിൽ തട്ടിപ്പ് നടത്തിയവർ, മറ്റുള്ളവനെ വഞ്ചിച്ചവർ, കളവ് പറഞ്ഞ് പണമുണ്ടാക്കിയവർ, ചൂതാട്ടത്തിലൂടെ പണമുണ്ടാക്കിയവർ, ലോട്ടറി വിറ്റ് പണമുണ്ടാക്കിയവർ, പേടിക്കാനോ ഉപയോഗിക്കാനോ പാടില്ലാത്ത പല നിലക്കുമുള്ള സമ്പാദ്യങ്ങൾ സ്വീകരിച്ചവർ, ഇതൊക്കെ അവന്റെ പൈസയെ ഹലാലാക്കാതെ മാറുകയാണ്. പണം ഹറാമായാൽ എന്താ സംഭവിക്കുക? യാ റബ്ബി യാ റബ്ബി എന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെയാകും. അവന്റെ കണ്ണീർ കണങ്ങൾ പടച്ചവൻ കേൾക്കാതെയാകും. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, ഏറ്റവും അടിസ്ഥാനപരമായി സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യനായി ശുദ്ധീകരിക്കണം നമ്മൾ. ആ സക്കാത്തിന്റെ മേഖലയെ വിശുദ്ധ ഖുർആൻ എണ്ണി. നമസ്കാരത്തെ പോലെ അതിന്റെ കൂടെ 30 സ്ഥലത്ത് സക്കാത്ത് പറഞ്ഞപ്പോൾ 27 സ്ഥലത്ത് സക്കാത്തിന്റെ കൂടെ തന്നെ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിനൊരു സവിശേഷതല്ലേ? അതുപോലെ സക്കാത്തിനുമുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, വഅഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരും, വആതൗസ് സകാ, സകാത്ത് കൊടുക്കുന്നവരും, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കാനൊന്നുമില്ല. വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കാനുമില്ല. സക്കാത്ത് ഒഴിവാക്കിയിട്ടില്ല. സക്കാത്ത് കൊടുക്കുകയും ചെയ്തവർക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്തുണ്ട്. എനിക്കോ നിങ്ങൾക്കോ സക്കാത്ത് ഉണ്ടോ എന്നറിയാൻ എന്താ മാനദണ്ഡം? 2 മാനദണ്ഡമുള്ളൂ. ഒന്ന്, നമുക്ക് നിസാബ് എത്തിയിട്ടുണ്ടോ എന്ന്. സക്കാത്തിനൊരു പരിധിയുണ്ട്. 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ നമ്മുടെ സ്വത്തായി നമ്മുടെ കയ്യിൽ അധികാരത്തിലുണ്ടോ? സക്കാത്ത് കൊടുക്കണം. രണ്ടാമത്തെ ബാധ്യത, അതിന് ഹൗല് തികഞ്ഞിട്ടുണ്ടോ? ആ പൈസ ഒരു വർഷം തികഞ്ഞ പണമാണോ? കഴിഞ്ഞ വർഷം സക്കാത്ത് കൊടുത്തു, അടുത്ത വർഷം തികയുമ്പോൾ അവനതിന് സക്കാത്ത് കൊടുത്താൽ മതി. 5 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. മുഅ്മിനീങ്ങളായ ആളുകളുടെ സ്വഭാവം പറഞ്ഞു തന്നെ, കണക്ക് നോക്കി അവൻ അത് പാലിക്കുന്നവരാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞൊരു ഗുണമാണ് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് കൊടുക്കും. കൊടുക്കാതിരിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാൻ പറ്റും. കച്ചവടം വളരെ മോശമാണ്, അപ്പുറത്ത് ഞാൻ മറ്റേ രോഗിക്ക് 5000 കൊടുത്തിട്ടുണ്ട്, ഇപ്പുറത്ത് വേറൊരു കാരുണ്യ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 100 രൂപ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എല്ലാ തറാവീഹിനു ശേഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ കളക്ഷന് വരുന്നുണ്ട്, അവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി ഞാൻ എന്ത് സക്കാത്ത് ഇനി കൊടുക്കാനുള്ളതെന്ന്. സക്കാത്തതിൻ്റെ കണക്ക് നോക്കിയിട്ട് അതിൽ ശതമാനം വെച്ച് കൊടുക്കാനുണ്ട്. അത് എവിടെങ്കിലും ആർക്കെങ്കിലും കൊടുത്ത് അത് വീടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, തുത്ഹിറുഹും, നിങ്ങൾ സക്കാത്ത് കൊടുത്താൽ അത് നിങ്ങളെ ശുദ്ധീകരിക്കും, വതുസക്കീഹിം ബിഹാ, അതിലൂടെ നിങ്ങളെ സംസ്കരിച്ചെടുക്കുകയാണ്. അതൊരു വല്ലാത്ത ഗുണമായി പറയാണ്. മറ്റൊരായത്തിൽ കാണാം, നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, അള്ളാഹിന്റെ റസൂലിനൊക്കെ കൽപ്പനകൾ പാലിക്കണം, ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചേക്കാം. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊതിക്കാത്തോലെ ആരാളുള്ളത്? വിശുദ്ധമായ റമദാനിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന് കാരണമായ കാര്യം സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടും. എന്തിനൊക്കെയാ സക്കാത്ത് കൊടുക്കേണ്ടത്? 4 തരം വിഹിതങ്ങൾക്കുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. 1 സ്വത്തിനാണ്, പൈസ, സ്വർണം, വെള്ളി, അങ്ങനെയുള്ള സമ്പത്തായി നിങ്ങളുടെ അസറ്റായി എന്തൊക്കെ നമ്മുണ്ടോ അതിന് സക്കാത്ത് കൊടുക്കും. അതിന് അങ്ങനെ കൊടുക്കുക. അതിന് എല്ലാവരും കൊടുക്കേണ്ട 1000, 2000, 3000 രൂപ നമ്മുടെ കയ്യിലുള്ളൂ, ഒരു വർഷം തികഞ്ഞ് ആകെ നമ്മുടെ കയ്യിൽ അസറ്റായിട്ടുള്ളത്, ഇനി കൊടുക്കണ്ടാവില്ല. 595 ഗ്രാം വെള്ളി ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഏകദേശം 65,450 രൂപയുടെ പണം നമ്മുടെ കയ്യിലുണ്ടോ? ഒരു കൊല്ലമായിട്ട് നമ്മളതിൻ്റെ സൂക്ഷിപ്പുകാരനാണോ? നമ്മളതിന് സക്കാത്ത് കൊടുക്കണം. 2.5% കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ആണോ അതിൻ്റെ 40 കൊണ്ട് ഹരിച്ചാൽ 2.5% കിട്ടി. സ്വർണമാണോ നമ്മുടെ കയ്യിലുള്ളത്, നമ്മൾ ധരിക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, ലോക്കറിൽ വെക്കുന്നു, അണിയാൻ വേണ്ടി ആർക്കോ കൈവശം കൊടുത്തിരിക്കുന്നു, സ്വത്തായി സ്വർണമായി നമ്മുടെ കയ്യിലുണ്ടോ? 2.5%, 10.5 പവനിൽ കൂടുതലുള്ളവരൊക്കെ കൊടുക്കണം. വീട്ടുകാരെയൊക്കെ കൃത്യമായി ഇത് പഠിപ്പിക്കണം. ഭാര്യ ഇട്ട് അണിഞ്ഞ് നടക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതിനേക്കാൾ നമ്മളെ വേദനിപ്പിക്കണം. അത് കൊടുക്കാത്ത, സക്കാത്ത് കൊടുക്കാത്ത ആഭരണം ഉപയോഗിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചുള്ള വാചകങ്ങൾ. രണ്ടാമത് സക്കാത്ത് കൊടുക്കേണ്ടത് കച്ചവട വസ്തുക്കൾക്കാണ്.
ഈ ചക്കരക്കൽ പരിസരത്ത് അങ്ങാടിയിലെ കച്ചവടക്കാരൊക്കെ മാന്യമായ രൂപത്തിൽ സകാത്ത് ശരിക്ക് പഠിച്ച് സകാത്തിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അത് കൊടുക്കാൻ തുടങ്ങിയുണ്ടല്ലോ, നമ്മുടെ നാട് എത്ര പുരോഗതിപ്പെടുന്നറിയോ. മഹാനായ ഉമർ ഖത്താബ് തങ്ങളുടെ അരികിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അയാൾ പറഞ്ഞു, എനിക്ക് ഈ അങ്ങാടിയിൽ ഒരു കച്ചവടം, ഒരു ഷോപ്പ് തുടങ്ങണം. ഉമർ ഖത്താബ് തങ്ങൾ തിരിച്ചു ചോദിച്ചു, താങ്കൾ ഫിഖ്ഹു തിജാറ പഠിച്ചിട്ടുണ്ടോ? ഇസ്ലാമിലെ കച്ചവടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ, അതിന്റെ പാടുള്ളതും പാടില്ലാത്തതും നീ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പെർമിഷൻ കൊടുത്തില്ല, പേപ്പർ ഒപ്പിട്ട് കൊടുത്തില്ല, സമ്മതം കൊടുത്തില്ല. ഇസ്ലാമിലുള്ള കച്ചവടം എന്താണെന്ന് പഠിച്ചിട്ട് വന്നിട്ട് തുടങ്ങിയാൽ മതി. നമ്മൾ അങ്ങനല്ല, എല്ലാം തുടങ്ങി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഫത്വക്ക് വരിക. ഞാൻ ചെയ്യുന്ന കച്ചവടം ശരിയാണോ എന്ന് ചോദിച്ചറിയാൻ എപ്പോഴാണ് വരിക? കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക. ആദ്യം പഠിക്കണം, എൻ്റെ കച്ചവട മാർഗം എൻ്റെ കുടുംബത്തിൻ്റെ റിസ്ക്കാണ്, അതിൽ ഹറാമ് കയറി വരുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുക. കച്ചവടത്തിൻ്റെ സ്റ്റോക്ക് എടുത്ത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ വരവ് ചെലവുകളൊക്കെ കണക്ക് കൂട്ടിയിട്ട് നേരത്തെ പറഞ്ഞ 65,450 കൂടുതലുണ്ടോ? അയാൾ സക്കാത്ത് കൊടുക്കുക 2.5%. കൃഷിയുണ്ടോ? കാലികളുണ്ടോ? മൂന്നാമത്തെ അതാണ്, കൃഷിക്കും കന്നുകാലികൾക്കും ഒക്കെ സക്കാത്തുണ്ട്. നാലാമത്തേത് നിധിയായിട്ട് വല്ലതും നമുക്ക് കിട്ടിയാൽ അതിനുമൊക്കെ സക്കാത്തുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു പള്ളിയുടെ പരിസരത്ത് നമുക്ക് ഏറ്റവും സൗകര്യമായ ഒരു സക്കാത്ത് സെല്ല് സംവിധാനമുണ്ട്. നിങ്ങളെ സഹായിക്കാൻ, കണക്ക് കൂട്ടാനും വിതരണം ചെയ്യാനും വേണ്ടതുപോലെ നമുക്ക് പ്രിയപ്പെട്ടവരായി നമ്മളെ കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ വർഷവും അതിന് വേണ്ടുന്ന സൗകര്യം നൽകി. അൽഹംദുലില്ലാ, കഴിഞ്ഞൊരു വർഷം 1,00,000 രൂപയിലധികം ആളുകൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം സംഖ്യ നൽകുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ സംഖ്യ ഈ നാട്ടിലെ സക്കാത്തിന്റെ 8 അവകാശികളിലെ അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് സുഭദ്രമായി യാതൊരു അഭിമാനക്ഷതവും ഏൽപ്പിക്കാത്ത രൂപത്തിൽ അവരുടെ പഠനത്തിന്, ചികിത്സക്ക്, കുടുംബ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വിതരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. ഈ വർഷവും നമ്മൾ സഹകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അർഹരായ ആളുകളിലേക്ക് ഒരു കുടുംബത്തിന്റെ സക്കാത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നീക്കം ചെയ്യലാണ്. ആൾക്കാർ ചോദിക്കും, ഹോസ്പിറ്റലിലുള്ള രോഗിക്ക് കൊടുക്കാൻ പറ്റുമോ, മറ്റേ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ, ആ കുടുംബത്തിൽ അളാപ്പ ചെറിയൊരു പ്രശ്നത്തിൽ ആൾക്ക് കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യ പരിഗണന സക്കാത്ത് ദാരിദ്ര്യം കുടുംബത്തിൽ നിന്ന് നീക്കം ചെയ്യലാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ആള് സക്കാത്തിന്റെ അവകാശി അൽ ഫഖീർ, ദരിദ്രൻ, വൽ മിസ്കീൻ, സാധു മനുഷ്യൻ, അയാളെ വരുമാനം കൊണ്ട് ഒത്തുപോകാത്ത മനുഷ്യൻ, വൽ ഗാരിം, കടം കൊണ്ട് വലഞ്ഞവൻ. 10 റുപ്യ, 200 റുപ്യ, 2 ലക്ഷം റുപ്യ, 1000 അല്ലെങ്കിൽ 1.5 ലക്ഷം റുപ്യ കടം സക്കാത്ത് കൊടുക്കണില്ല. കടമുള്ളവൻ എന്നല്ല, കടം കൊണ്ട് വലഞ്ഞവൻ. കടമുള്ള ഒരു സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ആരും കൊടുക്കില്ല. കടം കൊണ്ട് പൊറുതിമുട്ടിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ 8 അവകാശികളുണ്ട്. നമ്മളത് കൃത്യമായി ആ രൂപത്തിൽ നമ്മൾ ഇടപെട്ടാൽ നമുക്ക് ഒരുപാട് വലിയ സഹായം ചെയ്തൊരു നാടിനെ നന്നാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധിയും വരുമാനവും വർധനവും അള്ളാഹു നൽകുമാറാകട്ടെ. സക്കാത്തിന്റെ പൂർണ്ണമായ കണക്കനുസരിച്ച് ഒരു പിശുക്കുമില്ലാതെ അത് നൽകാനുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വിഷയത്തിലുള്ള ചർച്ചയും പഠനവും സംശയ നിവാരണവും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കഴിയാവുന്നവർക്ക് അതിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ ഒരു നല്ലൊരു സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെരുന്നാളിൻ്റെ തിരക്കുകളിലേക്കായി നമ്മൾ നമ്മുടെ കുട്ടി, ഭാര്യ, നമ്മുടെ ഉമ്മ എല്ലാവർക്കുമുള്ള വസ്ത്രമൊക്കെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. അതിനിടയിൽ ഒരു പക്ഷേ ഒരു വസ്ത്രം മേടിക്കാൻ പണം ഇല്ലാത്തതിൻ്റെ പേരിലും വീട്ടിൽ കിടപ്പിലായ രോഗിയായ വാപ്പ, ഉമ്മ ജോലിക്ക് പോയിക്കൊണ്ട് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, വാടക കെട്ടിടത്തിൽ വീട്ടിൽ താമസിക്കുന്നവർ, ഇവരുടെ മക്കൾക്കും പെരുന്നാൾ വേണം. അതുകൊണ്ട് നമ്മുടെ ഈദ് കിസ്വ എന്ന ഒരു പദ്ധതി വർഷങ്ങളായി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പലരും അതിനോട് അകമഴിഞ്ഞ് സഹകരിക്കുന്നവരാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വർഷവും 1300 രൂപ നമ്മളറിയാതെ ഒരു കുടുംബത്തിലെ കുട്ടി വസ്ത്രം ധരിച്ച് ടെക്സ്റ്റൈൽസിൽ പോയി ഏറ്റവും മനോഹരമായ വസ്ത്രം മേടിച്ച് അവർ ധരിക്കും. ആര് പൈസ തന്നു എന്നവർ അറിയില്ല. അതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പദ്ധതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നന്മകളിലൊക്കെ സഹകരിക്കാനുള്ള ഒരു വിശാലമായ സാമ്പത്തിക ഭംഗിയും അഭിവൃദ്ധിയും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ സദസ്സിൽ വന്നിരിക്കുന്ന, പള്ളിയിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും നേരിട്ട് ക്ഷണിക്കുക എന്ന ധാരണയോടെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ വരുന്ന ഞായറാഴ്ച അസർ നമസ്കാര ശേഷം വിജ്ഞാന സദസ്സ്, ദീനിയായ ഒരു പഠന ക്ലാസ് നടക്കുന്നുണ്ട്. അതോടൊപ്പം സമൂഹ നോമ്പുതുറയുണ്ട്. എല്ലാവരും പങ്കെടുക്കണം.
അത് എല്ലാവരുടെയും ഒരു സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന, നമ്മൾ പരസ്പരം അടുത്ത് അറിയാൻ പറ്റുന്ന ഒരു സംരംഭമായിക്കൊണ്ടാണ് ഈ സമൂഹ നോമ്പ് തുറയെ കാണുന്നത്. ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് നല്ല സഹകരണങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം അവർക്ക് സ്വീകരിച്ചുകൊണ്ട് വലിയ വലിയ നന്മകൾ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും നോമ്പ് തുറ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ കഴിയുന്നവരൊക്കെ പകുതി വിഹിതമോ ഫുൾ വിഹിതമോ കഴിയാവുന്ന പോലെ സഹകരിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും നല്ല മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല താല്പര്യങ്ങളും അള്ളാഹു തആല എളുപ്പത്തിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായി പ്രയാസപ്പെടുന്നവർക്കെല്ലാം അള്ളാഹുവേ നീ എത്രയും വേഗത്തിൽ ശിഫ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അള്ളാഹുവേ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കണമേ. വരാനിരിക്കുന്ന നാളുകളിൽ ആരോഗ്യത്തോടെ ആഫിയത്തോടെ റബ്ബേ നിന്നെ തൃപ്തിപ്പെടുത്താൻ നിനക്കൊരുപാട് നന്മകളുമായി മുന്നേ കാണാൻ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ അപകട മരണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. നാട്ടിൽ ഒരുപാട് തിന്മകളും കുൽസിത പ്രവർത്തനങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ യുവാക്കളെയും മക്കളെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ എല്ലാവിധ കടക്കണികളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാം നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.